സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമുടൻ. രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പുയർന്നെങ്കിലും വി.ഡി. സതീശന്റെ പ്ലാൻ 63-നെ തടയേണ്ടതില്ലെന്നാണ് എ.ഐ.സി.സിയുടെ നിലപാട്. നേതൃമാറ്റം അടക്കമുള്ള പുനഃസംഘടനയിൽ കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരുകയാണ്. നേതൃമാറ്റത്തിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. അടുത്തയാഴ്ചയോടെ തീരുമാനം പ്രഖ്യാപിക്കാനാണ് എ.ഐ.സി.സിയുടെ നീക്കം. ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടിരുന്നു. ഇതിലെ നിർദ്ദേശങ്ങളും തുടർ ചർച്ചകളുടെ പോക്കുമനുസരിച്ചാകും അന്തിമ തീരുമാനം. കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഒട്ടുമിക്ക നേതാക്കളും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. മാറുമെന്നതിന്റെ സൂചനകൾ സുധാകരനും നൽകുന്നുണ്ട്. സുധാകരനെ അനുനയിപ്പിച്ചായിരിക്കും നേതൃമാറ്റത്തിലെ അന്തിമ തീരുമാനം. പ്രഖ്യാപനത്തിന് മുമ്പ് കെ സുധാകരനുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചേക്കും. സുധാകരന് പകരം ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. ഇതിനിടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പുയർന്നെങ്കിലും വി.ഡി. സതീശന്റെ പ്ലാൻ 63 നിർദ്ദേശത്തെ തള്ളേണ്ടെന്നാണ് എ.ഐ.സി.സിയുടെ നിലപാട്. കോൺഗ്രസിന് ജയിക്കാവുന്ന ഫോർമുല എന്ന രീതിയിൽ ചർച്ചയായ സതീശന്റെ പ്ലാൻ